നമസ്കാരം. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കെതിരെ വിവാദ പോസ്റ്റുമായി കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. രോഹിതിനെതിരെ നടത്തിയ വിവാദ പരാമർശത്തിൽ വലിയ വിമർശനമാണ് ഷമയ്ക്കെതിരെ നടന്നത്. ദേശീയ നേതൃത്വം ഇടപെട്ട് പോസ്റ്റ് പിൻവലിപ്പിച്ചുവെങ്കിലും ആ വിഷയം വിടാൻ ഒരുക്കമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഷമാ മുഹമ്മദ്. രോഹിതിനെതിരെ കങ്കണയുടെ പോസ്റ്റ് ആയുധമാക്കിയാണ് ഷമയുടെ തിരിച്ചടി. കർഷക സമരത്തെ പിന്തുണച്ചുള്ള രോഹിത് ശർമ്മയുടെ പോസ്റ്റിനെതിരെ BJP MP കങ്കണ റണാവത്ത് രംഗത്തെത്തിയിരുന്നു. ഈ പോസ്റ്റാണ് ഇപ്പോൾ ഷമ ആയുധമാക്കിയിരിക്കുന്നത്. രോഹിതിനെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു കങ്കണയുടെ പോസ്റ്റ്. ഈ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയ്ക്ക് എന്താണ് പറയാനുള്ളതെന്നും ചോദിക്കുന്നു. സമരം ചെയ്യുന്ന കർഷകർ നാടിന് വേണ്ടപ്പെട്ടവരാണെന്നും അവരെ കേൾക്കണമെന്നും പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നുമായിരുന്നു രോഹിതിന്റെ ട്വീറ്റ്. ഇതിനെതിരെയായിരുന്നു കങ്കണ റണാവത്ത് അന്ന് രംഗത്തെത്തിയത്. രോഹിതിനെതിരെ അപകീർത്തികരമായ വാക്കുകളാണ് കങ്കണ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ട്വീറ്റ് പിന്നീട് കങ്കണ ഡിലീറ്റ് ചെയ്തിരുന്നു. ഇതിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചാണ് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയ്ക്ക് കങ്കണ റണാവത്തിനോട് എന്താണ് പറയാനുള്ളതെന്ന് ഷമാ മുഹമ്മദ് ചോദിച്ചത്. ഷമയുടെ വിവാദ ട്വീറ്റിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി മൻസുഖ് മാണ്ഡവ്യ രംഗത്തെത്തിയിരുന്നു. തരംതാണ പരാമർശമെന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. BJP നേതാക്കളും ഷമയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു. രോഹിത് ശർമ്മയുടെ ശരീരഭാരത്തെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ ഷമാ മുഹമ്മദ് എക്സിൽ കുറിച്ച പോസ്റ്റാണ് വിവാദമായത്. പ്രതിഷേധമുയർന്നതോടെ ഷമ പോസ്റ്റ് പിൻവലിച്ചിരുന്നു. ഒരു കായിക താരത്തെ വെച്ച് നോക്കുമ്പോൾ രോഹിത്തിന് തടി വളരെ കൂടുതലാണ്. രോഹിത് തടി കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കണ്ടതിൽ വെച്ചും ഏറ്റവും അനാകർഷകനായ ക്യാപ്റ്റൻ രോഹിതാണ്. ഇങ്ങനെയായിരുന്നു ഷമ പോസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ കളിക്കാരുടെ ഫിറ്റ്നസിനെ പറ്റിയാണ് തന്റെ പോസ്റ്റെന്നും ബോഡി ഷെയ്മിംഗ് അല്ലെന്നും ഷമ വാർത്താ ഏജൻസിയായ ANIക്ക് നൽകിയ അഭിമുഖത്തിൽ വിശദീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് രോഹിതിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന പോസ്റ്റ് കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ് പിൻവലിച്ചത്. സംഭവം ദേശീയ വിവാദമായതിനെ തുടർന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് കുറിപ്പ് പിൻവലിപ്പിച്ചത്. ഇത്തരം നടപടികൾ ആവർത്തിക്കരുതെന്ന് ഷമയ്ക്ക് പാർട്ടി താക്കീത് നൽകുകയും ചെയ്തു. പരാമർശം പാർട്ടിയുടെ നിലപാടല്ലെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം പവൻ ഖേര വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ-ന്യൂസിലൻഡ് ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് പിന്നാലെയാണ് രോഹിത് ശർമ്മ തടിയനെന്നും കായിക താരത്തിന് ചേർന്ന ശരീരപ്രകൃതിയല്ല ഭാരം കുറയ്ക്കേണ്ടതാണെന്നും ഷമ എക്സിൽ കുറിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെ മോശം ക്യാപ്റ്റനാണ് രോഹിത് എന്നുമായിരുന്നു ഷമയുടെ പോസ്റ്റ്. ഗാംഗുലി, തെണ്ടുൽക്കർ, ദ്രാവിഡ്, ധോണി, വിരാട് കോഹ്ലി, കപിൽ ദേവ്, ശാസ്ത്രി തുടങ്ങിയ മുൻഗാമികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രോഹിത്തിന് എന്ത് ലോകോത്തര നിലവാരമാണ് ഉള്ളതെന്നും അദ്ദേഹം ഒരു ശരാശരി ക്യാപ്റ്റനാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റനാകാൻ ഭാഗ്യം ലഭിച്ച ഒരു ശരാശരി കളിക്കാരൻ മാത്രമാണ് രോഹിത് എന്നും ഷമ കുറിച്ചിരുന്നു. അതേസമയം ഇന്ത്യൻ ക്യാപ്റ്റനെതിരെയുള്ള ബോഡി ഷെയ്മിംഗ് പരാമർശത്തിൽ വിമർശനവുമായി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തുകയും ചെയ്തു. രാഹുൽ ഗാന്ധിക്ക് കീഴിൽ 90 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ കോൺഗ്രസ് ആണ് രോഹിതിനെ മോശം ക്യാപ്റ്റനെന്ന് വിമർശിക്കുന്നതെന്ന് BJP നേതാവ് പ്രതികരിച്ചു. T20 ലോകകപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കിയ രോഹിതിനെ വിമർശിക്കാൻ എന്ത് അവകാശമാണ് കോൺഗ്രസിനുള്ളതെന്നും BJP വക്താവ് ചോദിച്ചു. സോഷ്യൽ മീഡിയയിലും ഷമയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് ഷമാ മുഹമ്മദ് പോസ്റ്റ് പിൻവലിച്ചത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പോസ്റ്റിനെ കുറിച്ച് വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്ന് വിവരമുണ്ട്. പ്രസ്താവന അങ്ങേയറ്റം നിർഭാഗ്യകരമായി പോയെന്ന് BCCI സെക്രട്ടറി ദേവ്ജിത്ത് സൈക്കിയ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഒരു ICC ടൂർണമെന്റ് നടക്കുന്നതിനിടെ ഇത്തരം പ്രതികരണങ്ങൾ പുറത്തുവരുന്നത് താരങ്ങളുടെ ആത്മവീര്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും BCCI സെക്രട്ടറി ഒരു ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചു. ഉത്തരവാദിത്തമുള്ള ഒരു പദവിയിൽ ഇരിക്കുന്നയാൾ നടത്തിയ ബാലിശമായ പ്രസ്താവന അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. അതും ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടാൻ ഇറങ്ങുന്നതിന് തൊട്ടുമുമ്പ്. ഈ സമയം ടീമിനെ പിന്തുണയ്ക്കായിരുന്നു വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും അംഗീകരിക്കാനാവില്ല. കോൺഗ്രസ് വക്താവിന്റെ പ്രസ്താവന അങ്ങേയറ്റം അപമാനകരവും അടിസ്ഥാനരഹിതവുമാണ്. ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ആരാധകർ ഇന്ത്യയെ ഒരുമിച്ച് പിന്തുണയ്ക്കേണ്ട സമയമാണിതെന്നും സൈക്കിയ വാർത്താ ഏജൻസിയായ ANIയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു.